ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള തലയണ കവർ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് തലയണ കവറുകളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ അത് തലയണയ്ക്ക് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൽ നിന്നുള്ള കുറച്ച് യൂസുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ടിപ്പിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു തലയണ കവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ഹാങ്ങറാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ തന്നെ ഈ ഒരു തലയണ കവറിന്റെ ഉള്ളിലേക്ക് ഈ കാർഡ്ബോർഡ് പീസ് വച്ചുകൊടുക്കുകയാണ്. കറക്റ്റ് അളവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തലയണ കവറിന്റെ വീതി അനുസരിച്ചുള്ളത് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ തന്നെ ഇതിന്റെ സെന്റർ നോക്കി ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് കാർഡ്ബോർഡ് പീസ് തന്നെ വേണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ ഈ എക്സാം ബോർഡൊക്കെ ഇല്ലേ, അതല്ലെങ്കിൽ സ്ലേറ്റ്, അങ്ങനെ കട്ടിയുള്ള എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് വച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാങ്ങർ ഞാൻ ഈ ഒരു തലയണ കവറിന്റെ ഈ ഒരു സൈഡില്ലേ, ആ ഒരു സൈഡിലാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹാങ്ങർ തലയണ കവറിനേക്കാളും ചെറുതായതുകൊണ്ട് നമുക്ക് ഈ ഒരു കോർണർ ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, തുന്നി കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ പിൻ ചെയ്താണ് കൊടുക്കുന്നത്. നമുക്ക് കഴുകാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു സൈഡ് ഞാൻ പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡും ഞാൻ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ കബോർഡിനകത്തൊക്കെ ഇതേപോലെ തുണികളൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കബോർഡിൽ ഇപ്പോൾ സ്ഥലമൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു തലയണ കവർ ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോറേജ് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സ്ഥലം ലാഭിക്കാൻ പറ്റും. നമുക്ക് തുണികളൊക്കെ മടക്കി വെച്ച് ഒരുപാട് തുണികളൊക്കെ ഇതേപോലെ മടക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ ഹാങ്ങർ എടുക്കുമ്പോൾ കുറച്ച് ബലമുള്ള ഹാങ്ങർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു പില്ലോ കവർ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ബാഗുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു തലയണ കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സുകളും സാരികളൊക്കെ നല്ല പോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. പൊടികളൊന്നും പിടിക്കാതെ നമുക്ക് ഇതേപോലെ ഒരു തലയണ കവറിന്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒതുങ്ങിയിരിക്കാത്ത ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ഇതേപോലെ തലയണ കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓർഗനൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാശ് കൊടുത്തിനി സാരി ബാഗൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ തലയണ കവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രസ്സുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ബെഡ്ഷീറ്റിന് മാച്ച് ചെയ്യുന്ന തലയണ കവറൊക്കെ ഉണ്ടാവുകയില്ലേ, അപ്പോൾ നമ്മൾ മടക്കിയൊക്കെ വയ്ക്കുമ്പോൾ ഒരെണ്ണം കാണുകയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് മടക്കുന്ന സമയത്ത് അതിന്റെ ഒരു തലയണ കവർ ഇതിന്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ മറ്റേ തലയണ കവറിന്റെ ഉള്ളിൽ ഈ ബെഡ്ഷീറ്റ് മടക്കി വെച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് തലയണ കവർ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ തലയണ കവറിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് മടക്കി വെച്ചു കൊടുക്കുന്നത്. എത്ര ബെഡ്ഷീറ്റുകൾ നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം. അതുപോലെ തന്നെയാണ് ഡ്രസ്സുകളും നമ്മൾ ഈ ഒരു തലയണ കവറിന്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികളൊന്നും പിടിക്കാതെ തന്നെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ. ഇനി അടുത്തൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലുള്ള മൈക്രോവേവ് ഓവനിൽ കവറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു തലയണ കവർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഓവന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഇത് നല്ലൊരു കവർ പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് ഇത് ഓവൻ ഫുള്ളായിട്ടൊന്ന് മൂടിയിരിക്കണമെങ്കിൽ നമുക്ക് 2 തലയണ കവർ യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഈ സൈഡിലൊക്കെ ലേസൊക്കെ ഉള്ള തലയണ കവറൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓവൻ മൂടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ 2 തലയണ കവർ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്താലും മതി. അതുപോലെ തന്നെയാണ് നമ്മുടെ കിച്ചണിലെ മിക്സി കവർ ചെയ്ത് വെക്കാനും നമുക്ക് തലയണ കവർ യൂസ് ചെയ്യാം. കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ തെറിച്ചിട്ട് മിക്സിയൊക്കെ വൃത്തികേടാവുകയില്ല. ഇതുപോലെ മൂടി വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയണ കവർ ഊരി കഴുകിയെടുത്താൽ മാത്രം മതിയാകും. ഇനി അടുത്തതായിട്ടുള്ളൊരു ഉപയോഗമാണ് ഞാൻ ഇവിടെ ഒരു തലയണ കവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉൾഭാഗം ഒന്ന് മറിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നീ മറിച്ചെടുത്തിട്ട് ഞാൻ ഒന്ന് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ഏത് തുണി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു പഴയ ഷാളാണ് എടുത്തിരിക്കുന്നത്. ഈ ഷോൾ ഈ ഒരു പില്ലോ കവറിന്റെ അത്രയും വീതിയിൽ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നീളം കൂടുതലാണ്. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ മതിയാകും. ഞാൻ കട്ട് ചെയ്തൊരു തുണിയും കൂടി
ഇതിന്റെ മുകളിലേക്ക് വച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു തലയണ കവർ ഒന്ന് മടക്കി കൊടുക്കണം. ഓപ്പൺ ഇല്ലാത്തൊരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് മടക്കി ചുരുട്ടി കൊണ്ടുവരാം. അതിനുശേഷം ഇതിന്റെ ഈ ഒരു ഓപ്പൺ ഭാഗത്ത് വെച്ച് ഇത് ഉള്ളിലേക്ക് തിരിച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഇതൊന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തുണി ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് വച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ കാണിക്കുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു ചവിട്ടിയായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിന്റെ ഡോറിന്റെ സൈഡിലൊക്കെ ഒരു ചവിട്ടി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ഐഡിയ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ സെറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന കുഷ്യനില്ലേ, ആ ഒരു കുഷ്യന്റെ കവറായിട്ട് നമുക്ക് തലയണ കവർ യൂസ് ചെയ്യാം. കുഷ്യന്റെ കവറൊക്കെ ഒന്ന് മാറ്റുന്ന ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള തലയണ കവർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. നമുക്ക് തയ്ക്കൊന്നും വേണ്ട. ഈ ഒരു പില്ലോ കവറിന്റെ ഉള്ളിലേക്ക് ഞാൻ ഈ കുഷ്യൻ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഈ മുകൾ ഭാഗത്തുള്ളത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും നമുക്ക് ഈ ഒരു കവറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു കുഷ്യൻ കവറായിട്ട് നമുക്ക് ഈ പഴയ തലയണ കവർ യൂസ് ചെയ്യാം. നമുക്ക് തയ്ക്കൊന്നും വേണ്ട, തലയണ കവറാണെന്ന് നമ്മൾ പറയുകയില്ല. അതുപോലെ ഞാൻ മറ്റേ കുഷ്യനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു കുഷ്യൻ കവർ തയ്യാറാക്കി എടുക്കാം. ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ തന്നെ ഇത് സെറ്റിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു തലയണ കവറാണെന്ന് നമുക്ക് തോന്നുകയില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ കുഷ്യൻ കവറൊക്കെ മാറ്റുന്ന ഒരു സമയത്ത് നമ്മുടെ പഴയ തലയണ കവറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ ഒരു പഴയ തലയണ കവർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഒന്ന് മുകൾ ഭാഗത്ത് ഒരു ഹാങ്ങർ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ കഴുകാൻ എളുപ്പത്തിൽ നമുക്ക് ഇടയ്ക്കൊന്ന് കഴുകണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പിൻ ഊരിയിട്ട് കഴുകിയെടുത്താൽ മതിയല്ലോ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കാം. അപ്പൊ ഇതൊരു 15 ഇഞ്ച് വീതിയാണ് എനിക്ക്. അപ്പൊ ഞാനൊരു 5 ഇഞ്ച് വീതിയിൽ ഒരു 3 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെന്ററിൽ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അപ്പോൾ കുറച്ച് വലുതായിരിക്കും. ഞാനിപ്പോൾ ഇത് 3 മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലൊരു സ്റ്റോറേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ സോക്സോ ടവലോ ഒക്കെ നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സോക്സും ടവലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഐഡിയ ആണ്, പഴയ തലയണ കവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു തലയണ കവർ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് നനച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിലൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫാൻ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തലയണ കവർ യൂസ് ചെയ്യാം. ഈ തലയണ കവർ ഉപയോഗിച്ചിട്ട് ഫാൻ തുടച്ചെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പൊടിയൊക്കെ ഈ ഒരു കവറിന്റെ അകത്തേക്ക് ചാടിക്കോളും. നമ്മൾ സാധാരണ ഫാനൊക്കെ തുടയ്ക്കുമ്പോൾ റൂമൊക്കെ നിറച്ച് പൊടി ഉണ്ടെങ്കിൽ റൂമൊക്കെ ആകെ വൃത്തികേടാകും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ റൂമൊന്നും വൃത്തികേടാവുകയില്ല. ഫാനിലെ പൊടികളൊക്കെ അഴുക്കുകളൊക്കെ ഈ ഒരു തലയണ കവറിന്റെ അകത്തായിരിക്കും. ഇനി നമുക്ക് ഈ ഫാൻ ഒന്ന് ഒരു നനഞ്ഞ നല്ലൊരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫാനൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഫാനിൽ നിറച്ച് പൊടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ തലയണ കവർ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ട് തന്നെ ഇവിടെ ഒരു കസേര എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ള കളറുള്ള കുഷ്യനൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊക്കെ അഴുക്കുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പൊ ഞാൻ ഈ ഒരു പഴയ തലയണ കവർ ഈ ഒരു ചെയറിൽ ഇട്ട് കൊടുക്കുകയാണ്. സീറ്റ് എടുക്കാൻ പറ്റുന്ന സീറ്റായിരിക്കും. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ തലയണ കവർ വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 തലയണ കവർ ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കസേരയ്ക്കൊക്കെ നല്ലൊരു കവറായിട്ട് പഴയൊരു പില്ലോ കവർ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ ഒരു തലയണ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തലയണ കുറച്ച് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ അടയാളങ്ങളും അഴുക്കുകളൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു തലയണയിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പില്ലോ കവർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു പില്ലോ കവറും കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തലയണകളൊക്കെ പെട്ടെന്നൊന്നും അഴുക്കൊന്നും പിടിക്കുകയില്ല. നമ്മൾ കുറച്ച് ദിവസമൊക്കെ കിടന്നു കഴിയുമ്പോൾ തലയണയിൽ എന്തായാലും അഴുക്കുകളൊക്കെ ആയിട്ടുണ്ടാവും, അടയാളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കഴുകാൻ നേരത്താണെങ്കിലും ആദ്യത്തെ ഒരു തലയണ കവർ ഊരി കഴുകിയെടുത്താലും മതിയാവും. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് 2 തലയണ കവർ ഊരി കഴുകാം. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, ഞാൻ ഇവിടെ ഒരു പഴയ തലയണ കവർ എടുത്തിട്ടുണ്ട്.
ഈ ഒരു തലയണ കവറിൽ ഞാൻ ഇതിന്റെ ഈ ഒരു മുകൾ വശത്തുനിന്ന് ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത സൈഡും ഇങ്ങനെ ഒരു കോർണറിൽ മടക്കിയതിന് ശേഷം പിന്ന് കുത്തി കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വള്ളി ഉണ്ടെങ്കിൽ എന്ത് വള്ളിയായാലും നമുക്ക് യൂസ് ചെയ്യാം. ചുരിദാറിന്റെ ആയാലും എന്ത് വള്ളിയായാലും. ഇപ്പൊ ഇതൊരു ഉടുപ്പിന്റെ വള്ളിയാണ്. അപ്പോൾ ആ ഒരു വള്ളി ഞാൻ ഇവിടെ മടക്കി വെച്ചേക്കണ ഈ ഒരു ഭാഗത്ത് കൂടെ അകത്തേക്ക് കയറ്റി കൊടുക്കുകയാണ്, ഇതിൽ കാണുന്നത് പോലെ. എന്നിട്ട് ഈ വള്ളി ഒന്ന് വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഞാനൊരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു തലയണ കവറും ഒരു 4 പിന്നുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഏപ്രൺ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ, മീൻ മുറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, തുണി അലക്കുന്ന സമയത്താണെങ്കിലും തൽക്കാലത്തേക്ക് നമുക്ക് പഴയൊരു തലയണ കവറും പിന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏപ്രൺ തയ്യാറാക്കി എടുക്കാം. ഇത് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറിലും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പഴയ തലയണ കവറൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു.